നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഒരു കാരണവശാലും ഭേദിക്കപ്പെടാൻ കഴിയില്ല എന്ന് വിചാരിച്ച ഉരുക്ക് ഡോമുകൾ ഇസ്രയേലിൽ പൊളിഞ്ഞു. 4000 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ഇസ്രയേലിലേക്ക് മിസൈലുകൾ ഇറാൻ വർഷിച്ചു. ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ദിഗ്വിജയത്തിലേക്ക് നീങ്ങുകയാണ്. ഇസ്രയേൽ തവിട് പൊടിയാക്കും എന്ന് തന്നെയാണ് ഇറാൻ കൽപ്പിച്ചിരിക്കുന്നത്. ഇറാൻ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു താല്പര്യവുമില്ല. ഒരേ സമയം ഇസ്രയേലിലെ പല പട്ടണങ്ങളും ആക്രമിച്ച് 1000-ൽ പരം കാഷ്വാലിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ്. 100 പേരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് അനൗദ്യോഗിക വിവരങ്ങൾ. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീമമായ നഷ്ടങ്ങൾ ഉണ്ടാവുകയാണ്. അനവധി ദിവസങ്ങൾ യുദ്ധം ഈ രീതിയിൽ തന്നെ തുടർന്നാൽ, ഇപ്പോൾ തന്നെ 23 ദിവസം കഴിഞ്ഞു, ഇനി 3-4 ദിവസം ആ യുദ്ധം നീണ്ടുപോയാൽ വ്യോമ പ്രതിരോധ സംവിധാനം പരിപൂർണമായി തകരും. അതിൻ്റെ ബാറ്ററി സിസ്റ്റം സംവിധാനമെല്ലാം റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമായിരിക്കില്ല. ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം പരിപൂർണമായി തകർന്നാൽ പിന്നെ ഇസ്രയേലിനെ പരിപൂർണമായി ആക്രമിക്കാൻ കഴിയും. ഇറാനെ സംബന്ധിച്ചിടത്തോളം, ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളെ സംബന്ധിച്ചിടത്തോളം, ഇസ്രയേൽ എന്ന രാജ്യം ഈ ഭൂമിയിൽ വേണ്ട എന്ന് തീരുമാനിച്ചാൽ അതിന് വരെ സാഹചര്യം അനുകൂലമാകുന്ന ഘട്ടമാണ്. ഒരുപക്ഷെ യുദ്ധവെറിയനായ നെതന്യാഹു, ആ വ്യക്തിയുടെ ഭരണത്തിൻ്റെ കീഴിൽ തന്നെ ഇസ്രയേൽ എന്നേക്കുമായി അവസാനിക്കാൻ പോവുകയാണോ എന്ന ചോദ്യമാണ് ഇവിടെ എല്ലാ മാധ്യമ ചാനലുകളിലും വരുന്നത്. നമുക്ക് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം പറയുന്ന ചാനലുകൾ, നമ്മുടെ രാജ്യത്തിനകത്തുള്ള പല ചാനലുകൾ പോലും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നവരുണ്ട്. അവർ വരെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കുന്നു. ഇറാനോട് പൊരുതാൻ, ഏറ്റുമുട്ടാൻ ഇറങ്ങിയ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഈ യുദ്ധത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഊരി തൽക്കാലം തടി തപ്പാൻ വേണ്ടി നോക്കുമ്പോൾ ഇറാൻ അനുവദിക്കുന്നില്ല, അനുവദിക്കാൻ കഴിയില്ല. തങ്ങളുടെ പരമോന്നതകാരിയായ ആയത്തുള്ള അലി ഖമനേയിയെ വകവരുത്തിയതിന് ശേഷം ആർത്തട്ടഹസിച്ചവന്മാരോട് സന്ധിയോ സംഭാഷണമോ ഒന്നും തന്നെ അതിന് താല്പര്യമില്ല എന്ന് കൃത്യമായി ഇറാൻ്റെ പ്രസിഡന്റായ മസൂദ് പെഷസ്താൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് സാഹചര്യങ്ങൾ ഇറാനെ കൊണ്ട് യുദ്ധത്തിന് മുതിർന്നു. ഇനി ഇറാൻ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ അത് വലിയ പാടായിരിക്കും. പല കാര്യങ്ങളിലും അമേരിക്കയ്ക്ക് മുന്നോട്ട് ഡീൽ സൈൻ ചെയ്യേണ്ടി വരും. മധ്യസ്ഥതയ്ക്ക് പലരും വരേണ്ടി വരും. ഇറാനോട് യുദ്ധം നിർത്തേണ്ട കാര്യമില്ല എന്ന് റഷ്യ ആവർത്തിച്ച് പറയുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ധൈര്യം കൊടുക്കുന്നത് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ്. GCC രാജ്യങ്ങൾക്ക് മടുത്തു. അവർ ഭയചകിതരായി ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ജയമല്ലെങ്കിൽ മരണം എന്ന രീതിയിൽ തന്നെ ഞങ്ങളെ റെജീം ചേഞ്ച് കാണാൻ ആഗ്രഹിക്കുന്നവൻ്റെ പുക കണ്ടേ അടങ്ങൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇസ്രയേലിൻ്റെ എല്ലാ പടക്കോപ്പുകളെയും തല്ലി തകർത്തുകൊണ്ടിരിക്കുകയാണ്. നെതന്യാഹു എന്ന കാട്ടാളൻ്റെ അന്ത്യമാണ് ഇറാൻ്റെ ഏറ്റവും പരമപ്രധാനമായ നീക്കം. അതിനേതറ്റവും വേണമെങ്കിലും പോകും. അമേരിക്കയിലെന്നല്ല, എവിടെ പോയി ഒളിച്ചിരുന്നാലും കൈയോടെ പിടികൂടി വധിക്കും എന്ന് IRGC അതുകൊണ്ടാണ് വ്യക്തമാക്കിയിരിക്കുന്നത്.